പുരാതന ഗുരുകുലത്തിൽ ഓരോ പാഠങ്ങൾ തീരുമ്പോഴും ഗുരുക്കന്മാരും ശിഷ്യരും ചേർന്ന് ഉരുവിടുന്ന ശാന്തി മന്ത്രമാണിത്. ഈ മന്ത്രത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് 2023 മുതൽ തിരുവനന്തപുരം ഭാരതീയ വിചാര കേന്ദ്രം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ആൻഡ് ലൈഫ് സ്കിൽസ് എന്ന ശില്പശാലയ്ക്ക് പൂർണ്ണം എന്ന് നാമകരണം ചെയ്തത്. പൂർണ്ണം 2025 മെയ് മാസം 17-18 തീയതികളിലായി തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്കൃതി ഭവനിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഒന്നാം ദിവസമായ മെയ് 17 രാവിലെ തന്നെ ഏകദേശം 200ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവരുടെ സാന്നിധ്യം അറിയിച്ചു. നമ്മുടെ സംസ്കൃതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതീയ സാംസ്കാരിക നവോത്ഥാനം എന്ന ലക്ഷ്യത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രം ഒരുക്കുന്ന ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം കാട്ടുന്ന ശുഷ്കാന്തി ഏതൊരാളെയും പുളകം കൊള്ളിക്കും. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ശ്രീ ആർ സഞ്ജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൂർണ്ണം 2025 അമൃത സിവിൽ സർവീസ് അക്കാദമിയുടെ മുൻ ചെയർമാനും മുതിർന്ന അധ്യാപകനുമായ പ്രൊഫസർ കെ ഗോപാലകൃഷ്ണൻ സ്വാഗതവും ആശയ അവതരണവും നടത്തി. ഒരു എത്തും പിടിയും കിട്ടില്ല എന്ന് പച്ച മലയാളത്തിൽ പറയുന്ന പോലെയാണ് നമുക്കിരുന്നത്. ആ ലോകത്ത് നമ്മൾ എങ്ങനെ നമുക്ക് മിടുക്കരാകാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിതിൽ ഒരു ഏകദേശ രൂപം ഈ പൂർണ്ണത്തിൻ്റെ. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷ പ്രസംഗവും നടത്തുകയുണ്ടായി. പുതിയ കാലം ഒരുപാട് അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികളും ഉയർത്തുന്നു. ബാഹ്യ സാഹചര്യങ്ങൾ സ്വാഭാവികമായും വ്യക്തികളുടെ മനോഭാവത്തെയും സ്വാധീനിക്കാറുണ്ട്. പുതിയ കാലത്തെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ മറികടക്കാനും പുതിയ തലമുറയ്ക്ക് പ്രത്യേകം തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. മൂന്നാം ശില്പശാലയുടെ ഉദ്ഘാടനം ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. SBI മുൻ ചീഫ് ജനറൽ മാനേജർ എസ് ആദികേശവൻ, സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് വിജയകുമാർ എസ് നായർ, ഭാരതീയ വിചാര കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ CV ജയമണി എന്നിവരുടെ സാന്നിധ്യം ഉദ്ഘാടനവേളയെ ധന്യമാക്കി. തുടർന്ന് ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടന പ്രസംഗം നടത്തുകയുണ്ടായി. ഇവിടേക്ക് ഭാരതീയ വിചാര കേന്ദ്രം എന്നെ ക്ഷണിച്ചത് ISRO ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായ സേവനം കാഴ്ചവെച്ചു എന്നതുകൊണ്ടാണ്. ആ കസേരയിൽ ഭാവിയിൽ എനിക്കും ഇരിക്കണമെന്ന് ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായാണ് അദ്ദേഹം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു തുടങ്ങിയത്. Today you have seen all these people who are sitting here. I was a chairman of ISRO. They talked so nice about me. I had done some wonderful work. Okay, and because of that wonderful work, I am being honored and allowed to sit in this chair. Do you foresee that you will sit in one of these chairs one day? നമ്മുടെ യുവതലമുറ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതം അതാണ് ഏറ്റവും വിലപിടിച്ചത്. പരീക്ഷകളോ ടാർഗറ്റുകളോ അല്ല. അതുകൊണ്ട് തന്നെ പരാജയങ്ങളെ ഭയക്കരുത്. ഒന്നിൽ പരാജയപ്പെട്ടാൽ അടുത്തതിൽ വിജയിക്കാം എന്ന ബോധം വിദ്യാർത്ഥി സമൂഹത്തിനുണ്ടാകണം. So I want to tell you a few points here. One, I think our life is more precious than all of this. Okay? Never to get tensed out of any of those issues that are going to be there. For example, in examination, if you fail, what will happen? You will try once again and succeed, right? Nothing to be lost. Even if you are, and where parents also should be able to understand this little more. I have to put more blame on the parents rather than the children, because the expectations are too much. Because everybody is not same. Somebody need to put little more effort. Somebody can do it faster. It doesn't matter. I think life is more precious than one examination or one job or one assignment or one task that need to be completed.
ഒരു പരാജയത്തിലും തളർന്നു പോകരുതെന്നും പ്രതീക്ഷയോടെ പ്രവർത്തിക്കണമെന്നുമുള്ള ഡോക്ടർ സോമനാഥിൻ്റെ വാക്കുകൾ കുട്ടികൾക്ക് ഏറെ പ്രചോദനാത്മകമായിരുന്നു. ആശംസാ പ്രസംഗം. വിജയകുമാർ എസ് നായർ, സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ്, തൃശ്ശൂർ. നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കളും ചുറ്റുമുള്ളവരും നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾ ഊഹിക്കും. പഠിച്ച മാർക്ക് കുറഞ്ഞു പോയാൽ അവരെന്ത് ചിന്തിക്കും? അപ്പോൾ ഇത് ഉത്കണ്ഠ ഉണ്ടാക്കും. അപ്പം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾ ഊഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നാൽ മതി. രണ്ടാമത്, പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഭയം. അങ്ങനെയുള്ള പരാജയ ഭീതി നിങ്ങളിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓരോ പരാജയവും, നമ്മുടെ സ്പേസ് സയൻറ്റിസ്റ്റ് ആയിരുന്നാലും മെഡിസിൻ ആയിരുന്നാലും ഏത് ഫീൽഡ് എടുത്ത് നോക്കിക്കോളൂ, പല പല പരാജയങ്ങളിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പരാജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേടിത്തരുന്ന കൂടുതൽ അറിവ് നേടിത്തരുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും. പിന്നെ സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം വേസ്റ്റാക്കാതെ ഓരോ മിനിറ്റും വളരെ വളരെ പ്രിഷ്യസ് ആണെന്ന് പറഞ്ഞ് ആ സമയത്തെ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. നാലാമത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യാതിരിക്കുക. അവൻ പഠിച്ചു, ഞാൻ പഠിക്കാം, അങ്ങനത്തെ ആ താരതമ്യപ്പെടുത്തൽ ഒഴിവാക്കുക. അപ്പോൾ ഈ 4 പോയിൻ്റ് നിങ്ങൾ പഠന സമയത്ത്, നിങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഈ മനസ്സിൽ വെച്ചിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ആർജിച്ചെടുക്കുക. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധറാവാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അവയെ തരണം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുരാവസ്തു ഗവേഷകനായ വിജയകുമാർ എസ് നായർ പങ്കുവച്ചത്. ആശംസ പ്രസംഗം എസ് ആദികേശവൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ബാങ്കിംഗ് സ്ഥാപനത്തിൻ്റെ ഉന്നത പദവിയിലിരുന്നു കൊണ്ട് ആ സ്ഥാപനത്തെ പരമാവധി വളർച്ചയിലെത്തിച്ച എസ് ആദികേശവൻ. പ്രോഫിറ്റ് ഈസ് എ ഡേർട്ടി വേർഡ്. ലാഭം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ചീത്ത വാക്കാണ് എന്ന് വരെ പറഞ്ഞ. കാരണം അന്നത്തെ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള വീക്ഷണം എല്ലാവരെയും സമന്മാരാക്കുക, എല്ലാവർക്കും സമ്പത്ത് തുല്യമായി കിട്ടുക, പാവപ്പെട്ടവനുണ്ടെങ്കിൽ എല്ലാവരും പാവപ്പെട്ടവരായി ഇരുന്നാൽ ഇക്വാലിറ്റി, സമത്വത്തിൽ ഊന്നിക്കൊണ്ട് സമൃദ്ധിയെ പോലും സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര അല്ലെങ്കിൽ സാമ്പത്തിക രീതിയായിരുന്നു അന്ന്. അതിൻ്റെ തെറ്റുശരിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തെ മിക്കവാറും പോളിസി മേക്കേഴ്സും എല്ലാവരും അംഗീകരിക്കുന്നു, സമൃദ്ധി കൂടാതെ, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സമ്പത്തുൽപാദനത്തിൽ ഭാഗവാക്കാകുമ്പോൾ നിങ്ങൾ, if you want to become partners in the progress, partners in prosperity, then you will have to definitely contribute to wealth creation, either as a team member or as a team leader. ഭാരതത്തിൻ്റെ സാമ്പത്തിക ഭാവിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആശംസ പ്രസംഗത്തിൽ പ്രോഫിറ്റ് എന്നത് ഒരു മോശപ്പെട്ട വാക്കാണ് എന്ന പഴഞ്ചൻ ചിന്താഗതിയിൽ നിന്ന് ഭാരതം മാറിയതോടെ നമ്മുടെ സമ്പദ്ഘടന ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയുണ്ടായി. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീൺ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോ സർജറി പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഈശ്വർ HV ആണ് പൂർണ്ണം 2025 ശില്പശാലയുടെ 1ാം ദിവസത്തെ ആദ്യ സെഷനിൽ മൈൻഡ് ബോഡി സെൻസ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിയത്. സൈക്ക് ആൻഡ് സോമ, ഇത് രണ്ടുമാണ് നമ്മുടെ ഒരു മനുഷ്യനെ ഒരു വ്യക്തിയാക്കുന്നത്. സൈക്ക് എന്ന് പറയുന്നത് മൈൻഡ് അല്ലെങ്കിൽ സ്പിരിറ്റ്, നമ്മുടെ മനസ്സ്. ഇതിൽ ഓർമ്മയുണ്ട്, ഇതിൽ പല കാര്യങ്ങൾ അറിയുവാനുള്ള കെൽപ്പുണ്ട്, അത് പ്രയോഗിക്കുവാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ചേർന്നാണ് മനസ്സുണ്ടാകുന്നത്. മറ്റത് സോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. അതായത് ഈ സൈക്ക് എങ്ങനെയാണ് സോമയെ, അതായത് സൈക്ക് ആൻഡ് സോമ ആർ ലിങ്ക്ഡ് ടുഗെദർ. എപ്പോഴും എല്ലാ സമയത്തും നമ്മുടെ ശരീരത്തിൽ നിന്നും കുറേ അധികം ഇൻഫർമേഷൻ തലച്ചോറിനുള്ളിൽ എത്തുന്നു. തലച്ചോറ് അതിന് വേണ്ടിയുള്ള പ്രതികരണം നടത്തും. അതാണ് നമ്മൾ ദിവസവും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു വ്യക്തിയെ നിലനിർത്തി കൊണ്ടുപോകുന്നത്.
അപ്പം സൈക്ക് ആൻഡ് സോമ എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കുറേ ഉദാഹരണങ്ങൾ കൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും കൂടുതൽ അറിയുവാൻ സാധിക്കും. ആ അറിവ് നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായിട്ട് വികസിച്ച് വരുവാനും നിയന്ത്രണത്തോടു കൂടി നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനല്ല, നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാനുള്ള ശക്തിയും, ചെയ്യാൻ പറ്റാത്തതിനെ അംഗീകരിക്കുവാനുള്ള വിനയവും, ചെയ്യാൻ പറ്റുന്നത് എന്തും പറ്റാത്തത് എന്ത് എന്നുള്ളൊരു തിരിച്ചറിവും ഇതുവഴി ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ ബ്രെയിൻ, ആസ് യു നോ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇൻട്രീഗിങ് എക്സൈറ്റിംഗ് ഓർഗൻ. ബ്രെയിനിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 അർദ്ധഗോളങ്ങൾ, 2 ഹെമിസ്ഫിയേഴ്സ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ലോജിക്, റീസൺ, സ്പീച്ച് എക്സെട്ര. ദ റൈറ്റ് ഹെമിസ്ഫിയർ, വലത് ഭാഗം എന്താണ് ചെയ്യുന്നത്? മ്യൂസിക്, ലിറ്ററേച്ചർ, ആർട്ട് എക്സെട്ര. ഇപ്പോൾ മാത്തമാറ്റിക്സ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ബ്രെയിൻ. മ്യൂസിക് എവിടെയാണെന്ന് ചോദിച്ചാൽ, കവിത എവിടെയാണെന്ന് ചോദിച്ചാൽ റൈറ്റ് ബ്രെയിൻ. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇടത് ഭാഗത്തെയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ നോക്കാം. നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അവിടെ പോവുക, അതായത് ഭാരതീയ വിചാര കേന്ദ്രത്തിൽ പോവുക എന്ന് അച്ഛനമ്മമാർ പറയുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, നിങ്ങളത് കേൾക്കുന്നു ചെവിയിൽ നിന്നും അത് ഓഡിറ്ററി ഏരിയ എന്ന് പറയുന്ന ഇടതുവശത്തെ ടെമ്പറൽ ലോബിലേക്ക് വരുന്നു. ടെമ്പറൽ ലോബിൽ അത് മനസ്സിലാക്കുന്നു. പറഞ്ഞത് എന്താണ്? ഭാരതീയ വിചാര കേന്ദ്രത്തിലേക്ക് പോകാനാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു തീരുമാനം എടുക്കുന്നു, വിചാര കേന്ദ്രത്തിലേക്ക് പോകണം. അപ്പം ഓട്ടോറിക്ഷ പിടിച്ച് പോകണോ, യൂബർ പിടിച്ച് പോകണോ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ കൊണ്ടുവിടണോ, കയ്യിൽ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, മനസ്സിലായോ? അതെല്ലാം ഫ്രോണ്ടൽ ലോബ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, മുന്നിലിരിക്കുന്ന ലെഫ്റ്റ് സൈഡാണ് തീരുമാനിക്കുന്നത്. പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൽ എന്താ ഉള്ളത്? ഒന്ന്, ഒരു അഫറൻറ്റ് ലിംബ്, ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള നമുക്കൊരു ഒരു ഇൻപുട്ട് കംസ്. ആ ഇൻപുട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി, അത് വ്യാഖ്യാനിച്ച് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉണ്ടാകുന്നു. ആ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബിൽ ഒരു ഏരിയ ഉണ്ട്, അതാണ് നമ്മുടെ മോട്ടർ ഏരിയ എന്ന് പറയുന്നത്. ഈ മോട്ടർ ഏരിയയാണ് ഞാനിപ്പോൾ വെള്ളം കുടിക്കൂ ഈശ്വർ എന്നതിൻ്റെ ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബ് പറയുന്നു. വലത് കൈ കൊണ്ട് ഗ്ലാസ് എടുക്കുന്നു, വെള്ളം കൊണ്ടുപോകുന്നു, കുടിക്കുന്നു. ഇത്രയും ചെറിയ ഫങ്ഷൻസ്, ഇത്രയും ഒരു കോംപ്ലക്സ് ഫങ്ഷൻസ് വെറും ഒരു നാനോ സെക്കൻഡ്സിൽ നടക്കും. അതാണ് ബ്രെയിനിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇതിൻ്റെ ഞാൻ വേറൊരു ഭാഗം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയും, അത് നമ്മുടെ പുറകുവശത്തിരിക്കുന്ന ഭാഗമാണ്. ഇവിടെയാണ് നമ്മൾ കാണുന്ന വസ്തുക്കൾ തിരിച്ചറിയുന്നത്. അതായത് ഞാൻ മുമ്പും എൻ്റെ ക്ലാസ്സുകളിൽ പറയുന്നത്, നാം വഴി കൂടെ നടന്നു പോവുകയാണ്, അതിനിടയ്ക്ക് നമ്മളൊരു സിനിമ സ്റ്റാറിനെ കാണുന്നു, മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹാർട്ട് ത്രോബ്സായ ആരെങ്കിലും കാണുമ്പോഴെന്താണ്? നമ്മുടെ കണ്ണുകളിൽ കിരണങ്ങൾ വന്ന് പതിക്കുന്നു. അത് ഒപ്റ്റിക് നെർവ് വഴി പുറകുവശത്ത് കൊണ്ടുപോയിട്ട് ഓക്സിപിറ്റൽ ലോബ് കൊണ്ടുപോകും. ഓക്സിപിറ്റൽ ലോബിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചിത്രവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നു. ഉടനെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു, ഇത് മോഹൻലാലാണ്. മനസ്സിലായോ? സോ ഫസ്റ്റ് യു ഗെറ്റ് ദ ഇൻപുട്ട്, ദെൻ യു കമ്പയർ ദ ഇൻപുട്ട് വിത്ത് വാട്ട് ഈസ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ യുവർ ബ്രെയിൻ ആൻഡ് ദെൻ യു ഗെറ്റ് എ റെസ്പോൺസ്. ഓ, ഇത് മോഹൻലാലാണ്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. ഇൻപുട്ട്, പ്രോസസ്സിങ് ആൻഡ് ഔട്ട്പുട്ട്, ലൈക്ക് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഇതൊക്കെ കണ്ടുപിടിച്ച ഒരു വ്യക്തി ആരായിരുന്നെന്നറിയാമോ? വൈൽഡർ പെൻഫീൽഡ് എന്ന് പറഞ്ഞ മോൺട്രിയലിലെ ഒരു ന്യൂറോസർജനാണ്. ബ്രെയിനിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു കവറിംഗ് ഉണ്ട്, അതിനെന്താ പറയുന്നത്? പറയൂ, ബയോളജി ഇഷ്ടമുള്ളവർ പറയട്ടെ. ബ്രെയിനിനെ ആവരണം ചെയ്തിരിക്കുന്ന കവറിങ്ങിൻ്റെ പേരെന്താണ്? സ്കൾ കഴിഞ്ഞു, നിങ്ങൾ സ്കൾ പൊട്ടിച്ച് അകത്ത് കയറി കഴിഞ്ഞു. അടുത്തത് ഉറക്കെ പറഞ്ഞേ, മെനിഞ്ചസ് എന്ന തോല് പോലെയുള്ള ഒരു കവറിംഗ് ഉണ്ട്. മെനിഞ്ചസിൽ ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ വരുമ്പോഴാണ് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം വരുന്നത്. അപ്പം മെനിഞ്ചസ് കൂടി തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് മസ്തിഷ്കമാണ്. മൈൻഡ് ബോഡി സെൻസ് ഈ വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എങ്ങനെ സിഗ്നേച്ചർ അയക്കുന്നു എന്നതിനെക്കുറിച്ചും
നമ്മുടെ ശരീരവും മനസ്സും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നും ജീവശാസ്ത്രത്തിൽ പിന്തുടരേണ്ട വിവിധ കോഴ്സുകളെക്കുറിച്ചും അദ്ദേഹം കുട്ടികളോട് വിശദീകരിച്ചു. രണ്ടാമത്തെ പ്രഭാഷണം എൻട്രൻസ് എക്സാമിനേഷൻസ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ എസ് രാജുകൃഷ്ണൻ്റേതായിരുന്നു. വിഷയം സ്റ്റെം ചോയ്സ്. സ്റ്റെം ചോയ്സ് എന്നാണ് ഈ ഒരു സെഷൻ നാമകരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ്, അതാണ് ഈ സ്റ്റെം എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശാസ്ത്രം പഠനം, സാങ്കേതിക പഠനം, ഗണിത പഠനം ഒക്കെയാണ്, അത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്ത് ഈ സെഷനിൽ കൂടി മുന്നോട്ട് പോകുന്നത്. വാസ്തവത്തിൽ ഇന്നിപ്പോൾ അത് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ് ടീം എന്ന പേരിൽ കൂടി ചിലപ്പോഴൊക്കെ അറിയാറുണ്ട്. കാരണം ഇന്നിപ്പോൾ വിഷയങ്ങൾ തമ്മിലുള്ള അതിർ വരമ്പുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും ലോജിക്കൽ തിങ്കിങ്ങിനെക്കുറിച്ചും അനലിറ്റിക്കൽ എബിലിറ്റിയെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട സാഹചര്യത്തിൽ കൂടി നമ്മൾ പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആർട്സ് എന്ന ഒരു മേഖല കൂടി സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കാലത്തിനൊത്ത് നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് STEAM എന്ന ഒരു കൺസെപ്റ്റ് കൂടി ഇന്നിപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻജിനീയറിംഗ് സ്കോർ വേണം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികൾക്ക് JEEയുടെ സ്കോർ വേണം എന്നൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ സൂചിപ്പിക്കാം. അപ്പോൾ ഈ അതിർവരമ്പുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിനെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ മനസ്സിൽ വരുന്ന കുറേയേറെ സബ്ജക്ട്സ് ഉണ്ട്. നിങ്ങളൊക്കെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ചു കഴിഞ്ഞവരുമായിരിക്കും. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതുപോലെ കമ്പ്യൂട്ടർ സയൻസും മാത്തമാറ്റിക്സും ജിയോളജിയും ഇലക്ട്രോണിക്സും ഹോം സയൻസും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഏതാനും വിഷയങ്ങൾ എല്ലാം ഒന്നും നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഉൾക്കൊള്ളുത്താൻ കഴിയത്തില്ല. ഏതാനും വിഷയങ്ങൾ ഞാനിവിടെ ഒന്ന് സ്ലൈഡിൽ കൂടി കാണിച്ചിരിക്കുകയാണ്. അത് 2 ഫോണ്ടിൽ കൂടി ആണത് കാണിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഫോണ്ട് വ്യത്യാസം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ചുവന്ന ഫോണ്ടിൽ വന്നിരിക്കുന്നത് ബോട്ടണി, കെമിസ്ട്രി, ജോഗ്രഫി, ജിയോളജി, മാത്സ്, ഫിസിക്സ്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി. ഈ വിഷയങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ പഠിച്ച വിഷയങ്ങളാണ്. അതേസമയം ബ്ലാക്ക് ഫോണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും പഠിക്കാത്ത വിഷയങ്ങളായിരിക്കും. ഒരു +2 വിദ്യാർത്ഥി മിക്കവാറും അത്തരം വിഷയങ്ങളൊന്നും ഇതിനകം പഠിച്ചു കാണാൻ കഴിയില്ല. അപ്പോൾ വാസ്തവത്തിൽ സബ്ജക്റ്റുകളെ നമുക്ക് ഇനിയുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 2ആയി തരം തിരിക്കാം. ബേസിക് കോഴ്സസ്, അടിസ്ഥാന വിഷയങ്ങൾ, അല്ലേ? അപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾ തുനിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഈ പേര് മാത്രം കേട്ടുകൊണ്ട് ഒരു കോഴ്സ് എടുക്കാൻ നിങ്ങൾ ഇറങ്ങി തിരിയരുത്. ഏത് കാലത്തും പ്രസക്തിയുള്ള കോഴ്സുകൾ ഇതിലേതാണ്? പരമ്പരാഗത കോഴ്സുകളാണോ ന്യൂ ജനറേഷൻ കോഴ്സുകളാണോ? തീർച്ചയായിട്ടും പരമ്പരാഗത കോഴ്സുകൾ തന്നെയാണ് എല്ലാ കാലത്തും നിലനിൽക്കാൻ പോകുന്നത്. ഏത് കാലത്തും നിലനിൽക്കാൻ പോകുന്നത് പരമ്പരാഗത കോഴ്സുകളാണ്. അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് വാസ്തവത്തിൽ ഈ ന്യൂ ജനറേഷൻ കോഴ്സുകൾ. ഫിസിക്സിൽ നിന്നും വന്ന കോഴ്സാണ് ഇലക്ട്രോണിക്സ്. അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വെച്ചുകൊണ്ടാണ് ഈവൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പോലും നമ്മൾ പഠിക്കുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു മേഖലയാണ്. അതുപോലെ കെമിസ്ട്രി എന്ന അടിസ്ഥാന വിഷയത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ബയോ കെമിസ്ട്രി. ജീവജാലങ്ങളിലെ കെമിസ്ട്രിയെക്കുറിച്ച് പഠിക്കുന്ന ബയോ കെമിസ്ട്രി. +2 തലത്തിലുള്ള വിദ്യാർത്ഥിക്ക് ഈ ന്യൂ ജനറേഷൻ കോഴ്സുകളെ കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടിയോ
അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടിയോ നിങ്ങളുടെ സീനിയേഴ്സിൽ കൂടിയോ ഒക്കെ അറിയുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും ഒരു പുതുതലമുറ കോഴ്സിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ന്യൂ ജനറേഷൻ വിഷയങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് തിരിച്ചറിയുവാനും അതിൽ കൂടി അടുത്ത ഘട്ടത്തിൽ ഏത് മേഖലയിലേക്ക് പോകണമെന്ന് വ്യക്തമായ ഒരു തീരുമാനമെടുക്കുവാനും നിങ്ങൾക്ക് കഴിയുമെന്ന കാര്യം എപ്പോഴും മനസ്സിലൊന്ന് സൂക്ഷിക്കുക. ഒരു ജനപ്രിയ കരിയർ കൗൺസിലർ, കോളമിസ്റ്റ് എന്നീ നിലകളിൽ വിവിധ കരിയർ ട്രെൻഡുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ബോധവാന്മാരാക്കാൻ ഡോക്ടർ എസ് രാജു കൃഷ്ണന് കഴിഞ്ഞു. ശില്പശാലയുടെ 3ാം സെഷനിൽ അവതരിപ്പിച്ച വിഷയം 21ാം നൂറ്റാണ്ടിലെ നൈപുണി അഥവാ വൈദഗ്ധ്യത്തെക്കുറിച്ചായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ മിഷൻ മെൻറ്ററിംഗ് ദേശീയ ഉപദേഷ്ടാവ് ഡോക്ടർ വിധു നായരായിരുന്നു വിഷയാവതാരകൻ. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്ന്, എന്തെല്ലാം ജോലി, എന്തെല്ലാം ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോൾ. ബിക്കോസ് ദ വേൾഡ് ഈസ് മൂവിങ് സൂപ്പർ ഫാസ്റ്റ്. നേരത്തെയൊക്കെ നമ്മൾ പറയും ഈ തന്തവൈബാണെന്ന് പറയില്ലേ, തന്തവൈബാണെന്ന് ചിലർക്ക്. അതായത് അവർ ഔട്ട്ഡേറ്റഡ് ആയി എന്നർത്ഥം അല്ലേ. ഇൻഫാക്ട് നൗ വി ഗെറ്റ് ഔട്ട്ഡേറ്റഡ് എവറി 20 seconds. കാരണം 20 സെക്കൻഡിൽ ഒരു ആപ്ലിക്കേഷൻ വച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി പുറത്തിറങ്ങുന്നുണ്ട്. നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10 വർഷം മുമ്പ് ഇഫ് യു വാണ്ടഡ് ടു ലോഞ്ച് ആൻ ആപ്ലിക്കേഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് എന്ത് ആപ്ലിക്കേഷനും ആവട്ടെ, നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വിതിൻ 3 hours നിങ്ങൾക്കത് അവരത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അത് ലോഞ്ച് ചെയ്യും. നൗ ഇറ്റ് ടേക്സ് 30 hours. വൈ? ബിക്കോസ് യു ആർ ഇൻ ദ ക്യൂ. 100 കണക്കിന് ആപ്ലിക്കേഷനായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് എവിടെ? ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്യാൻ. യു ആർ ഇൻ ദ ക്യൂ. ഈ 20 സെക്കൻഡിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഇറങ്ങുന്നുണ്ട്. ദാറ്റ് മീൻസ് ബൈ എവറി 20 സെക്കൻഡ് വി ആർ ഗെറ്റിംഗ് ഔട്ട്ഡേറ്റഡ്. പുതിയ ആപ്ലിക്കേഷൻ ഇറങ്ങി. ഒരു നവംബർ മാസം, അതായത് 1.5 വർഷം മുമ്പ് നവംബർ മാസത്തിലാണ് ChatGPT ആദ്യമായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് താമസിയാതെ തന്നെ ഒരു 1.5 മാസത്തിനുള്ളിൽ ബാർഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ബാർഡ് ലോഞ്ച് ചെയ്തു. നൗ ദേ കോൾ ഇറ്റ് ജെമിനായി. ജെമിനായി ഇപ്പം നന്നായിട്ട് മലയാളം സംസാരിക്കും, നന്നായിട്ട് മലയാളം പറയും, നന്നായിട്ട് മലയാളം എഴുതും, നന്നായിട്ട് മലയാളം കേൾക്കും, നന്നായിട്ട് മലയാളം വായിക്കും. ആൻഡ് എവറി സിംഗിൾ മിനിറ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ്. വെൻ ജെമിനായി ഈസ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ്, the user of Google becomes what? Outdated. കാരണം അവൻ നല്ല സ്പീഡിൽ മുമ്പോട്ട് പോവുകയാണ്. ഗൂഗിൾ യൂസർ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, വാട്ട് ആർ ദ സ്കിൽസ് what we need to master if we want to stand abreast to the challenges of 21st century? അതാണ് ചോദ്യം. 21ാം നൂറ്റാണ്ട് മുമ്പോട്ട് വയ്ക്കുന്ന ചലഞ്ചുകളോട് മാർവിരിച്ച് നിന്ന് പൊരുതാൻ നമുക്ക് എന്ത് സ്കില്ലുകളാണ് വേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം മങ്ങാൻ പോകുന്ന ഈ ലോകത്ത് ഒരു സ്ഥാനം കണ്ടെത്താൻ ആവശ്യമായ കഴിവുകൾ ഉപയോഗിച്ച് ഇന്നത്തെ തലമുറ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവ ലോകത്തിൻ്റെ ഭാവി എങ്ങനെ ആക്കി തീർക്കുമെന്നും രസകരമായ കഥകളിലൂടെ ഡോക്ടർ വിധു നായർ വ്യക്തമാക്കി. ഓരോ വിഷയത്തിലെയും വിദഗ്ധരുടെ പ്രഭാഷണങ്ങളെ ഉൾക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾ കൂടിയായപ്പോൾ ശില്പശാലയ്ക്ക് ഊർജം ഏറി. തൊഴിൽ മാർഗദർശനം, ജീവിത നൈപുണികൾ എന്നീ വിഭവങ്ങളെ ഒന്നിച്ചിണക്കിക്കൊണ്ട് നടന്ന ശില്പശാലയുടെ 1ാം ദിവസത്തിലെ വിഷയാവതരണങ്ങൾ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരവും അന്വേഷണാത്മകവുമായ ആശയങ്ങൾ നൽകി. ശില്പശാലയുടെ 1ാം ദിവസം അങ്ങനെ സമ്പന്നമായി സമാപിച്ചു.